സിറിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു. സിറിയൻ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദിൻ്റെ പതനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിറിയൻ കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ഇസ്രയേലിൻ്റെ നീക്കം. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് മധു, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സിറിയൻ ഭരണാധിപൻ ബാഷർ അസാദിന്റെ വീഴ്ചയെ തുടർന്നുണ്ടായ ഈ ഭരണ പ്രതിസന്ധി ശരിക്കും മുതലാക്കുകയാണ് ഇസ്രായേൽ. ഇതിനോടകം 480 തവണയാണ് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിർത്തിയിൽ ഐക്യരാഷ്ട്രസഭ നിർണയിച്ച ഒരു ഏരിയയുണ്ട്, ബഫർ സോൺ. ഇതൊക്കെ കടന്ന് സിറിയൻ വ്യോമസേന കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഈ സിറിയൻ വ്യോമസേനയെ പൂർണ്ണമായും വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുവാനാണ് ഇസ്രായേൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സിറിയയിൽ ഒരു പുതിയ ഗവൺമെന്റ് വരികയും അത് സെറ്റിലാകുകയും മുമ്പ് സിറിയയിൽ നിന്നുള്ള ഭീഷണി പരമാവധി കുറയ്ക്കുക എന്നാണ് ഇസ്രായേലിന്റെ ഈ യുദ്ധതന്ത്രം. എസ്കനെ 1973 യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷം ഇത്ര വലിയ തോതിൽ ഇസ്രായേൽ ഒരു വ്യോമാക്രമണം നടത്തുന്നതും ഇതാദ്യമായിട്ടാണ്. സിറിയൻ ഭരണകൂടത്തിന്റെ ഈ തകർച്ച ഹമാസിനെയും ഹിസ്ബുള്ളയും അതുപോലെ ഇറാനെയും ഒക്കെ സൈനികമായി ക്ഷയിപ്പിച്ചതിന്റെ ഒരു ഫലമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ അച്ചുതണ്ട് പൂർണ്ണമായും ഇനിയും ഇല്ലാതാക്കുവാൻ സാധിച്ചിട്ടില്ല, പക്ഷേ പശ്ചിമേഷ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നാണ് നെതന്യാഹു പറയുന്നത്. അതേസമയം ഐക്യരാഷ്ട്രസഭ പറയുന്നത് നല്ല രീതിയിൽ ഒരു ട്രാൻസിഷണൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിൽ വിജയിച്ചാൽ ഈ ബഷർ അസാദിന്റെ ഭരണത്തെ അട്ടിമറിച്ച വിമത സിറിയൻ ഗ്രൂപ്പായ HTS-നെ തീവ്രവാദ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഐക്യരാഷ്ട്രസഭ പരിഗണിക്കുമെന്നാണ്. അമേരിക്കയുടെ തീവ്രവാദ ലിസ്റ്റിലാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഉള്ളത്. അവസാനമായി ഇസ്രായേൽ ഒരു വ്യോമസേനയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചത് 1967 ഈജിപ്റ്റ് യുദ്ധത്തിലായിരുന്നു. 6 ദിവസത്തെ യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അവരുടെ വ്യോമസേന പൂർണ്ണമായിട്ടും ഇസ്രായേൽ തുടച്ചു നീക്കിയിരുന്നു. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കരയാണ്. ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. സിറിയയിൽ ഭരണം പിടിച്ച വിമത സേന HTS-യുമായി അമേരിക്ക ചർച്ച നടത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ രൂപീകരിക്കണമെന്നാണ് അമേരിക്ക HTS-നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അസാദ് ഭരണകൂടം നിലംപതിച്ചതിന് ശേഷം സിറിയയിലെ അമേരിക്കയുടെ ആദ്യ തന്ത്രപ്രധാനമായ ഇടപെടലാണ് ഇതെന്ന് കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം.